മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിനൊപ്പം തന്നെയാണ് ഈ LP സ്കൂളിന്റെ കഥയും തുടങ്ങുന്നത്. ഡാമിന്റെ നിർമ്മാണത്തിനായി തമിഴ്നാട്ടിൽ നിന്നെത്തിയ തൊഴിലാളികളുടെ കുട്ടികൾക്കായി അന്നത്തെ മദ്രാസ് സർക്കാരാണ് സ്കൂൾ നിർമ്മിച്ചത്. 1887 അണക്കെട്ടിനോട് ചേർന്ന് കൊടുങ്കാട്ടിൽ നിർമ്മിച്ച സ്കൂൾ പിന്നീട് തേക്കടിയിലേക്ക് മാറ്റി. സ്വാതന്ത്ര്യാനന്തരം തമിഴ്നാട് PWDയുടെ കീഴിലായിരുന്ന സ്കൂൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതോടെ തമിഴ്നാട് സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. എന്നാൽ പതിറ്റാണ്ടുകളായി നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നതിനാൽ തകർച്ചയുടെ വക്കിലാണ് ഈ വിദ്യാലയം. ഇത് വളരെ പഴമയുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണിത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോർന്നൊഴിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ വനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വൃത്തിയും സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് എഴജന്തുക്കൾ കയറി വരാം, ഏത് മൃഗങ്ങൾ കയറി വരാം എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ടീച്ചർമാർ അവരുടെ മാക്സിമം എഫർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 5ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ നിലവിൽ 9 കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. വനത്തിനോട് ചേർന്ന പ്രദേശമായതിനാൽ ഇഴജന്തുക്കളുടെയും വന്യമൃഗങ്ങളുടെയും സാന്നിധ്യവും ഭീഷണി ഉയർത്തുന്നുണ്ട്. തമിഴ് മീഡിയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ 10 കിലോമീറ്റർ അകലെയുള്ള ലോവർ ക്യാമ്പിലെയും കമ്പത്തെയും സ്കൂളുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. സ്കൂൾ കേരള വനം വകുപ്പിന്റെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് കേരള വനം വകുപ്പിന്റെയും സഹകരണം ആവശ്യമാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഈ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും മോചനം സാധ്യമാകുമെന്ന് തന്നെയാണ് ഈ കുട്ടികളുടെയും അധ്യാപകരുടെയും വിശ്വാസം. ഇരു സംസ്ഥാന സർക്കാരുകളും അതിനായി പ്രയത്നിക്കണം. ഇവരെ ഇനിയും പരിഗണിക്കാതിരിക്കരുത്. കുമളിയിൽ നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.